അപ്പോൾ പുള്ളിയും അവിടെ ബിരിയാണി വെച്ചിരുന്നു, നമ്മളാളും അടുത്തൊരു എംസിൽ നമ്മളാളും വെച്ചു. അപ്പോൾ അവിടെ പുള്ളി പ്രതീക്ഷിച്ച അത്ര ആൾക്കാർ അടിച്ചു കയറിയില്ല. വൈകിട്ട് 5 മണിക്ക് അടിക്കാൻ പറഞ്ഞു, 6 മണിയാകുമ്പോൾ വെച്ചു. ആ വെച്ച സാധനം, ആ വെച്ച ബിരിയാണി ഏകദേശം 10 കിലോ വെച്ചു, അതിന് 1 കിലോനെ പോയുള്ളൂ. രാത്രിയപ്പോൾ തീരെ ആളില്ല അവിടെ. എന്താണ്ടായി, ബാക്കി കഥ പറഞ്ഞു കൊടുക്കൂ. ഇതേപോലെ നമ്മള് അവിടുന്ന് രാത്രി വൈകുന്നേരം ഒരു 6 മണിക്കാണ് നമ്മൾ ദമ്മ് പൊട്ടിച്ചത് 10 കിലോ ബിരിയാണി. അപ്പം ഷഫ്ഷാനും ബാക്കിയുള്ള ടീമൊക്കെ വല്ലാതെ ടെൻഷനില്ല. കാരണം 10 കിലോ അവിടെ ബാലൻസ് ആയി കിടക്കുക. 1 കിലോനെ പോയിട്ടുള്ളൂ, ബാക്കി 9 കിലോനോടെ ബാലൻസ് ആയി കിടക്കുക. ഹോട്ടലിൽ ഇന്നലെ തുറന്നിട്ടേ ഉള്ളൂ. അവൻ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു സാറില്ല, നമുക്ക് നാളെ കൊടുക്കാമെന്നാണ്. അതിൽ അവൻ പറഞ്ഞു അത് കേടായി പോകും, ഇതാകും, അത് നാളെ കൊടുക്കാൻ കഴിയില്ല, എൻ്റെ ബ്രാൻഡിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അവസാനം ആളിനോട് ചോദിച്ചു അഥവാ ഇത് കേടായി കഴിഞ്ഞാൽ ഈ 9 കിലോൻ്റെ ക്യാഷ് തരുമെന്ന്. ഞാൻ ട്രെയിനിങ്ങിന് പോയതാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ഷിജു ഉണ്ട്, അങ്ങനെ ഞങ്ങൾ 2-3 പേര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ക്യാഷ് നിങ്ങൾ തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100% തരാം. 1 മണി വരെ ഞാൻ ആ പുള്ളിയോട് പറഞ്ഞത് 1 മണി വരെ സാധനം കേടായി കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് ഞാൻ തരാം, ഇല്ലെങ്കിൽ ആ ക്യാഷ് നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. തിരിച്ചും പറഞ്ഞു. അത് പിന്നെ ഒരു തമാശ ടോക്കായിരുന്നു. അങ്ങനെ പിറ്റേന്ന് സംഭവം ഇദ്ദേഹം വിശ്വസിച്ചില്ല. എന്തായാലും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുക്കുണ്ട് അവിടെ, മെയിൻ ഷെഫുകളുണ്ട്, അതേപോലെ തന്നെ വേറെയും 12ാം വയസ്സ് മുതൽ ബിരിയാണി വെച്ച് തുടങ്ങിയ ഷെഫൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. അതേപോലെ തന്നെ അവിടെ ഉള്ള മറ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവർ സ്പെഷ്യൽ ഷെഫിനെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കംപ്ലൈൻ്റ് ആവും എന്ന് പറഞ്ഞു. പിറ്റേന്ന് നമ്മൾ അതേപോലെ സാധനങ്ങൾ എടുത്തു വെച്ചു. പിറ്റേന്ന് രാവിലെ ഈ സാധനം നമ്മൾ എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് ആദ്യം അവിടെയുള്ള മാനേജറോട് പറഞ്ഞു ഇതൊന്ന് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗാർബേജ് തട്ടാന്ന് പറഞ്ഞു. അങ്ങനെ 2 മണി വരെ ആ ബിരിയാണി നമ്മൾ സെയിൽ ചെയ്തു. ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു.